everyone, assalamualaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സെമി ഗ്രേവി തയ്യാറാക്കിയാലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 2 തക്കാളി, 3 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു ഉരുളക്കിഴങ്ങ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. ചിലർ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് നന്നായിട്ട് ചതച്ചിടും, ചിലരാണെങ്കിൽ അത് ചെറുതായിട്ട് അങ്ങ് കഷ്ണങ്ങളാക്കിയിടും. ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പേസ്റ്റ് രൂപത്തിലായി വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 3ഉം കൂടെ നമുക്ക് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ 2 തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി പേസ്റ്റ് റെഡിയായി. ഇനി അടുത്തത് ഞാൻ ഈ സവാള അരിയാൻ പോവുകയാണ്. അപ്പോൾ സവാള നന്നായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുക്കുക. സവാള കനം കുറച്ച് അരിയുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ കനം കൂട്ടി അരിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് വഴന്ന് വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നല്ല ചെറിയ തിന്നായിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ സവാള കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ തിരുമണം. ഞാനൊരു ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മോൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ നമുക്ക് ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാള ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം സവാള ചേർക്കാൻ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിൽ പട്ട, ഗ്രാമ്പ്, ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണിന് ഞാൻ 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. എന്നിട്ട് 2 ടീസ്പൂൺ ഞാൻ പെരിഞ്ജീരക പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. നല്ലപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചിക്കനാണ്. ചിക്കൻ 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ ഉള്ളി സവാള ഇങ്ങനെ റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. മസാല ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചിക്കനിലും കൂടെ ആ ഒരു ഫ്ലേവർ വരും. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി, ഒത്തിരി വെള്ളം ചേർക്കണ്ട. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1/2 കപ്പ് വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കുറേ കൂടെ തിക്ക് ഗ്രേവി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 14-15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി കണ്ടോ, സെറ്റായില്ലേ? കളർ തന്നെ കാണുമ്പോൾ നമുക്ക് കൊതിയാവുന്ന കഴിക്കാൻ. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് ഗായ്സ് ഇതിൻ്റെ വോയിസ് ഓവർ ഇടുന്നത്. എന്നെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ്.